നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 30 ഒറ്റ രാത്രിയിൽ ജീവിതവും സ്വപ്നവും അടക്കം സർവവും ഒലിച്ചുപോയ നിസ്സഹായരായ മനുഷ്യർ. വയനാട് ചൂരൽമല മുണ്ടക്കൈ സ്വദേശികൾ. മേപ്പാടി പഞ്ചായത്ത് 10, 11, 12 വാർഡുകൾ തുടച്ചു നീക്കപ്പെട്ടു. ഔദ്യോഗിക കണക്കിൽ മരണം 298, കാണാതായത് 32 പേർ. ഇന്ന് ആ ദുരന്തത്തിന് 2 വർഷമാകുന്നു. അന്ന് അവരെ ചേർത്ത് പിടിച്ച് സർക്കാരും വിവിധ പാർട്ടികളും പല വാഗ്ദാനങ്ങളും നൽകി. കൽപ്പറ്റ ടൗൺഷിപ്പ് അടക്കം 410 വീടുകളായിരുന്നു സർക്കാർ വാഗ്ദാനം. അതിൽ 178 വീടുകൾ നിർമ്മിച്ചു. 150 വീടുകളിൽ താമസം തുടങ്ങി. രണ്ടാം ഘട്ടത്തിലെ 149 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾക്കായി കുന്നംപറ്റയിൽ തറക്കല്ലിട്ടു. വിശാലമായ വസ്തുവിൽ കുറേ പാറക്കല്ലുകളും ഇട്ടു. അനാഥമായി കിടക്കുകയാണ് ഇന്ന് ആ പ്രദേശം. അഭിമാനിക്കാൻ ലേശമെങ്കിലും വകയുള്ളത് മുസ്ലിം ലീഗിനാണ്. അവർ 105 വീടുകൾ നിർമ്മിച്ചു. 51 വീടുകളിൽ താമസം തുടങ്ങി. ദുരന്തമുണ്ടായിട്ട് 2 വർഷമായിട്ടും ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക ഇനിയും തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ വകുപ്പ് കണക്കിൽ ദുരന്തം ബാധിച്ചത് 1084 കുടുംബങ്ങളെയാണ്. 4636 പേരുടെ ഉപജീവന മാർഗം ഇല്ലാതെയായി. 1879 പേർക്ക് കടം എഴുതിത്തള്ളലടക്കം ബാങ്ക് ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അതും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ആകെ ബാങ്ക് വായ്പ 35.3 കോടി രൂപയായിരുന്നു. അതിൽ 18.75 കോടി രൂപ മാത്രമാണ് എഴുതിത്തള്ളിയത്. 555 ഗുണഭോക്താക്കളാണ് ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനായി ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ, ടൗൺഷിപ്പ്, വീട്, ബാങ്ക് വായ്പ എഴുതിത്തള്ളൽ, ഉപജീവന മാർഗമെല്ലാം സർക്കാർ നൽകി, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നൽകി. പക്ഷേ ഇപ്പോഴും പലതും പാതി വഴിയിൽ നിൽക്കുകയാണ്. 2 വർഷമായിട്ടും ഈ മനുഷ്യരെ ഇങ്ങനെ നിർത്തുന്നത് ശരിയാണോ? ഈ ദുരന്തബാധിതരെ യഥാർത്ഥത്തിൽ പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ നമ്മുടെ സംവിധാനങ്ങൾ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവലാണ് ആദ്യം പ്രേക്ഷകനെ ചേരുന്നത്. ഫാദർ, ഇങ്ങനെയൊരു ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ച് മലയാളികൾ എല്ലാവരും അവരോട് ചേർന്ന് നിന്നു. എങ്ങനെയെല്ലാം അവരെ സഹായിക്കാമോ, എങ്ങനെയെല്ലാം അവരോടൊപ്പം ചേരാമോ, അതിനെല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികാവസ്ഥ കൊണ്ടും ഒക്കെ ചേർന്ന് നിന്ന മനുഷ്യരാണ്. ഇവരെയൊക്കെ മുൻനിർത്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഒക്കെ പല വാഗ്ദാനങ്ങളും നൽകിയത്. അതൊന്നും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പക്ഷേ ദുരന്തത്തിന് 2 വർഷമാകുന്നു. ഇപ്പോഴും അന്തിമ പട്ടിക പോലും, ദുരന്തബാധിതരുടെ എണ്ണത്തിൽ അന്തിമ പട്ടിക പോലും തയ്യാറാക്കാൻ കഴിയുന്നില്ല. നമ്മളിങ്ങനെ ദുരന്തബാധിതരെ പറഞ്ഞു പറ്റിക്കുന്നത് ശരിയാണ്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. വയനാട്ടിലുണ്ടായ പ്രിയപ്പെട്ടവരുടെ വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ്, നമ്മെ സംബന്ധിച്ചും. കാരണം പ്രിയപ്പെട്ടവർ വേർപാടെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ദുഃഖം സമ്മാനിക്കുന്നതാണ്. ആ വിടവ് നികത്താൻ തക്കവണ്ണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഞങ്ങളുടെ CSI സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തു എന്നുള്ള ഒരു അറിവാണ് എനിക്കുള്ളത്. അതേ പ്രകാരം തന്നെ മറ്റ് മതസംഘടനകളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടായിരിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും നൽകിയില്ല എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, കേരള സർക്കാർ, അത് അന്നത്തെ LDF ആയാലും ഇപ്പോഴത്തെ UDF ആയാലും, വളരെയേറെ ശ്രദ്ധയോടുകൂടി ജാഗരൂകരായിട്ട് പ്രവർത്തിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ആരൊക്കെ സഹായം ലഭിക്കുമോ ആ സഹായങ്ങളൊക്കെ വാങ്ങണം. എന്നിട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന ഭവനങ്ങളും അതേപോലെയുള്ള പ്രവൃത്തി സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, നമ്മൾ അന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകിയത്, സർക്കാരായാലും വിവിധ പാർട്ടികളായാലും ഒക്കെ.
പക്ഷേ ഈ വാഗ്ദാനങ്ങളൊന്നും പൂർണ്ണമായിട്ടേ ഇല്ല. കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ ഭരണത്തിൽ വന്നു, പക്ഷേ അവരാണ് ഒരു വീട് പോലും ഇതുവരെയും വെച്ച് നൽകാൻ കഴിയാതെ നിൽക്കുന്നത്. മറ്റുള്ളവർ സർക്കാർ പൂർണ്ണമായും എല്ലാം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു ഉദ്ഘാടനമൊക്കെ നടത്തി, അവരും പകുതിയിൽ എത്തി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്തബാധിതരെയൊക്കെ പറഞ്ഞു പറ്റിക്കുക എന്ന് പറയുന്നത് ശരിയാണ്? നമസ്കാരം. നമ്മളത് ഈ കാര്യങ്ങൾ മുമ്പ് സംസാരിച്ചാണ്, എങ്കിലും കൂടി ഇപ്പോഴും പറയാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോ ഒരാഴ്ച മുമ്പ് ഒരു PG ആവശ്യാർത്ഥം ആ വയനാട് ദുരന്തബാധിത സ്ഥലം ആ കയറ്റി കൊടുത്ത വീടും മറ്റും മറിച്ചൊക്കെ കണ്ടു പോന്നു. അപ്പോ ഇപ്പൊ സാറ് അതിന്റെ അടിയിൽ കൂടെ പറഞ്ഞ വർത്താനമുണ്ട്. ഇപ്പൊ ഒരു പാർട്ടി ഒരു വീടും കയറ്റി കൊടുത്തില്ല എന്നുള്ളത്. അവിടെ നല്ല ഭംഗിയോടുകൂടി എല്ലാ വീടുകളും കണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ഇതൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു 5ന്റെ ഒരു നയാപേക്ഷ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സാർ ആ കുട്ടിനെ ഒന്ന് തലോടിയെന്നല്ലാതെ 10 പൈസ സഹായിച്ചിട്ടില്ല. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കേരള സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ 4 കോടി 13 ലക്ഷം റുപ്യ അതിന് പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളോടൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ കണ്ടും ചെയ്ത. ഇപ്പോഴും അവിടെ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തില്ല. ഇപ്പോഴും അവരവിടെ വളരെ കഷ്ടത്തിലാണ്. എങ്കിലും കൂടിയിട്ട് ഒന്ന് പറഞ്ഞുതരാം, അവിടെ ആണെങ്കിൽ 3 സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥികളെ അപ്പൊ അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ UDF സ്ഥാനാർത്ഥികളും ഈ കേരള ഗവൺമെന്റും അവരെ കയ്യ് വേറെ കാല് വേറെ ആയിട്ട് ഒലിച്ചു പോയത് കണ്ടത് കുറെ എണ്ണത്തിന്റെ ഉണ്ട് അവിടെ. അയച്ചൊക്കെ ഇപ്പോഴും നടക്കുന്നു. ഞങ്ങൾ അവരായിട്ട് കുറച്ച് പേരായിട്ട് ഇതൊക്കെ സംസാരിച്ചു. അപ്പൊ അത് ഇപ്പോഴും അവിടുത്തെ കഷ്ടമാണ് സാറേ, പേരും കഷ്ടം. അത് ഈ സർക്കാർ എന്നേലും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ സർക്കാർ വേണ്ടത് ചെയ്തു കൊടുത്തത് എന്നുള്ളതിൽ ഒരു ഭയങ്കര സന്തോഷം. ആ സന്തോഷം ഞാൻ പങ്കിടുന്നത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, ഓക്കെ. താങ്കൾ പറഞ്ഞതുപോലെ ലീഗിനെ സംബന്ധിച്ച് ലീഗ് പക്ഷേ പറഞ്ഞ വീടുകളുടെ പകുതി വീടുകളാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി. 51 വീടുകളാണ്, 105 വീടുകൾ പറഞ്ഞ 51 വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾക്ക് കൈമാറിയത്. മറ്റ് സർക്കാരിനെ അപേക്ഷിച്ചും അല്ലെങ്കിൽ കോൺഗ്രസിനെ അപേക്ഷിച്ചും ഒക്കെ നോക്കുമ്പോൾ, മറ്റ് പലരുടെയും വാഗ്ദാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലീഗിൻ്റേത് മെച്ചപ്പെട്ട പ്രകടനമാണ്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 2 വർഷമാകുന്നു ഒരുത്തർക്ക് ഒരു വീട് വെച്ച് നൽകാൻ എടുക്കുന്ന സമയമാണിതെന്ന് ആലോചിക്കണം. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, ഒരു ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം അത് പാലിക്കാനുള്ളൊരു സാമാന്യ ഉത്തരവാദിത്വം അതിന് പാർട്ടികൾക്കായാലും സർക്കാരിനായാലും ഒക്കെ ഉണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ വന്ന് കണ്ടുപോയതല്ലാതെ ഈ ദുരന്തത്തെ സംബന്ധിച്ച് കാര്യമായ ഒരു സഹായവും ചെയ്തില്ല എന്ന യാഥാർത്ഥ്യം കൂടി മറ്റൊരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അത് കുറച്ച് മന്ദീഭാവം ഉണ്ടായത് അത് മഴ അങ്ങനെ ചില വളരെ സംബന്ധമായ ചില കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഊരാളുങ്കൽ സൊസൈറ്റി തന്നെ അന്ന് ആ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീ വിജയകുമാർ, അതിനൊരു കാര്യം, 410 വീടുകൾ കൽപ്പറ്റ ടൗൺഷിപ്പ് ഇതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. ആ 410 വീടുകളിൽ 178 വീടുകളാണ് നിർമ്മിച്ചത്. അതിൽ 150 വീടുകളിലാണ് ഇപ്പോൾ താമസം തുടങ്ങിയത് തന്നെ. അപ്പോൾ സർക്കാർ 2 കൊല്ലം കൊണ്ട് സർക്കാരിന് നിർമ്മിക്കാൻ കഴിയുന്ന വെച്ചാൽ പൂർണ്ണമായി നിർമ്മിച്ച് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയുള്ള ഒരു സർക്കാരൊക്കെ ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ, കുറച്ച് ചില അലസതയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് പ്രത്യേക കാരണങ്ങളുണ്ടായെന്നാണ് മനസ്സിലാക്കിയത്. ആ സമയത്ത് കുറച്ച് വൈകിയത് എന്താ കാരണം അന്ന് പിന്നെ ഒന്ന് മഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം ആ സമയത്ത്, അതും പ്രത്യേക സ്ഥലമാണ്. വിജയകുമാർ, മഴയല്ല എന്തുണ്ടായാലും ഒരു സർക്കാർ തീരുമാനിച്ചാൽ 2 കൊല്ലത്തിനുള്ളിൽ അവർക്ക് വീട് വെച്ച് നൽകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സർക്കാർ മറ്റുള്ള ഒരു പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ ഈ ന്യായങ്ങളൊക്കെ പറയാം. ഞങ്ങൾക്ക് അതിന് വസ്തുവിന് ഇത് കിട്ടിയില്ല, മറിച്ച് മറ്റേത് കിട്ടിയില്ല, അഴിമതി കിട്ടിയില്ല എന്നൊക്കെ. ഒരു സർക്കാർ സംവിധാനം തീരുമാനിച്ചാൽ ഒറ്റ കൊല്ലം വേണ്ട, 6 മാസം കൊണ്ട് സർക്കാർ സംവിധാനം തീരുമാനിച്ചാൽ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഒന്നും ചെയ്തില്ല എന്നല്ല പറയുന്നത്, ചെയ്തു, പക്ഷേ പൂർണ്ണമായും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിപ്പോ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അതല്ലെങ്കിൽ അടുത്ത LDF ചെയ്യണം. അത് തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാർ. ഇപ്പോഴത്തെ സർക്കാർ പറ്റുമെങ്കിലല്ല, ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ സർക്കാരിനുണ്ട്. അതെ, അവർ ചെയ്യണം, അവർ ചെയ്യും. പക്ഷെ അവർ ചെയ്യുന്ന പ്രദേശ ഒരുവയ്ക്ക് അറിയുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ പ്രദേശത്ത് എന്തൊക്കെ പ്രവർത്തിച്ച് നമുക്ക് അറിയാവുന്ന ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യവും കോവിഡ് കാലത്തും എല്ലാ കാര്യത്തിലും ഏറ്റവും വിലോപകരമായിട്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് LDF പ്രതിപക്ഷ പാർട്ടികളുടെ ആ കാലത്ത് പ്രതിപക്ഷക്കാരുടെ എല്ലാവരുടെയും
എന്നാൽ കുറച്ച് വീതം ഇപ്പോഴത്തെ എനിക്ക് ലീഗാണ്. ലീഗ് അതിൽ കൂടുതൽ ശരിയല്ല തോന്നിയിട്ടാണ് ലീഗ് ഒറ്റയ്ക്ക് തന്നെയാണ് വീട് നിർമ്മാണം കുറയ്ക്കാൻ സർക്കാരിനെയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയും വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലീഗിന്റെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. 105 വീടെന്ന് പറഞ്ഞെങ്കിൽ 51 വീട് അവർ പൂർത്തിയാക്കി. അതും മറ്റ് വീടുകളെക്കാൾ മെച്ചപ്പെട്ട വീടുകൾ തന്നെയാണ് പൂർത്തിയാക്കി. അതിന്റെ ഫർണിച്ചർ അടക്കം സഹിതം അവർ വിതരണം ചെയ്തു. അക്കാര്യത്തിൽ ലീഗിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ലീഗും പൂർണ്ണമാക്കിയില്ല എങ്കിൽ പോലും ലീഗ് പൂർണ്ണമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അധികം വൈകാതെ തന്നെ അവർ പൂർണ്ണമാക്കുന്ന നമുക്ക് തോന്നുന്നു. കാരണം എല്ലാ കഴിവും അവർക്കുണ്ട്, അത് ചെയ്യാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ട്. മനസ്സിലാക്കുക കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ആൾക്കാരൊക്കെ ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ആ വീടില്ലാത്ത എല്ലാ ആൾക്കാർക്കും വീട് അധികം വൈകാതെ തന്നെ വീടൊക്കെ കിട്ടാനുള്ള ഒരു ജീവിതം മെച്ചപ്പെടാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ പിന്നെ അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും ആശിക്കാനും. ശ്രീ മഹി, ഒരു രാത്രിയിൽ ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ സർവവും നഷ്ടപ്പെട്ട മനുഷ്യർ, തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്ന് പിന്നീട് ഒരിക്കൽ പോലും കണ്ടെത്താൻ കഴിയാത്ത, ജീവൻ അവശേഷിച്ച മനുഷ്യർക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു കൊടിയ ദുരന്തത്തിലേക്ക് വീണുപോയ മനുഷ്യർ, ആ മനുഷ്യരോടാണ് ഒരു സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി നിങ്ങളെ അധിവസിപ്പിക്കും, നിങ്ങൾക്ക് നഷ്ടമായതെല്ലാം ജീവനുകൾ ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ നൽകും, ഉപജീവന മാർഗം അടക്കമെന്ന്. എന്നിട്ട് വഴിയിൽ അവരെ ഉപേക്ഷിച്ചു പോയത് ശരിയാണ്? നമസ്കാരം സാറേ. പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഏകദേശം കാര്യങ്ങൾ ചെയ്ത് പുതിയ ഗവൺമെന്റ് ഇപ്പൊ അവരിപ്പോ ഒന്നും ചെയ്യില്ല. പിന്നെ ഇ.ഡി. സതീശൻ തന്നെ പറഞ്ഞ് ഇങ്ങനെ അവിടെ വീടുകളെല്ലാം അവിടെ വെച്ച് അവിടെ ഒരു കല്ലും പോലും ഇട്ടില്ല. ഇപ്പൊ കണ്ടാ കല്ലുകൊണ്ട് ഇട്ട് കല്ല് ആക്കാവുന്ന കംപ്ലീറ്റ് ഇപ്പൊ മണ്ണിന്റെ അടിയിലായി, മണ്ണിന്റെ അടിയിലായി മഴ വന്നപ്പം. ഞാൻ കല്ലിലേക്ക് തോന്നിയെടുക്കാൻ വേണം. ഈ കോൺഗ്രസ് ആൾ ഒരു വീടും പോലും വെക്കില്ല. അച്ഛല്ല അതൊക്കെ സംബന്ധിച്ചു നമ്മൾ കോൺഗ്രസ്സുകാരെ കൃത്യമായി പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ ചെയ്തില്ല, അവർ ഏറ്റവും മോശപ്പെട്ട പ്രകടനം നടത്തിയ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഈ സർക്കാർ ഉണ്ടായിരുന്നല്ലോ, സർക്കാർ എന്തുകൊണ്ട് ഇല്ല മഹി, എന്റെ ചോദ്യം മാത്രമാണ്. ഈ 2 വർഷത്തിൽ ഈ അവസാനം 3 മാസം ഒഴികെ ബാക്കി മുഴുവൻ ഭരിച്ചത് LDF സർക്കാരാണല്ലോ. ആ സർക്കാരിന് എന്തുകൊണ്ട് ആ കാലയളവ് കൊണ്ട് അവിടുത്തെ വീടുകൾ പൂർത്തിയാക്കി അവരുടെ ഉപജീവന മാർഗം ശരിയാക്കി അവരെ പഴയ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല? പകുതി വെച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ്? കേട്ടില്ല. ശ്രീ മഹി, 25% ഞാൻ കണക്ക് വായിക്കാം. സർക്കാർ നിർമ്മിക്കുന്ന 410 വീടുകൾ, നിർമ്മിച്ചത് 178 വീടുകൾ, താമസം തുടങ്ങിയ 150 വീടുകൾ. ഇപ്പോഴും വീടുകളുടെ നിർമ്മാണം, 2ാം ഘട്ടത്തിലെ വീടുകളുടെ നിർമ്മാണം ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ്. ആരൊക്കെയാണ് ഈ അന്ത്യ പട്ടികയിലുള്ളത്, ദുരന്തബാധിത പട്ടികയിലുള്ളത്? ആ പട്ടിക ഇതുവരെ തയ്യാറാക്കാൻ ഈ 1.25 വർഷവും അല്ലെങ്കിൽ ഈ മാക്കി വരച്ച UDF-നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീഴ്ച 2 പേർക്കുമുണ്ട്, ഒരു സംശയവുമില്ല. അല്ലാതെ അങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ആവുന്ന ഒന്നും ചെയ്തില്ല മഹി. പാവങ്ങൾക്ക് വേണ്ടി ആ പാവങ്ങളൊന്നുമല്ല, അവർക്ക് അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ട സാധനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒന്നാമതുള്ള സർക്കാരിനായിരുന്നു. സർക്കാർ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ മേഖലയിൽ നിന്ന് ജയിക്കാൻ കഴിയാതെ പോയതെന്നടക്കം ആലോചിക്കണം. വേറെ ഒന്നുമല്ല മഹി, ആ മേഖലയിലെ ആളുകളെല്ലാം എന്തുകൊണ്ടാണ് ആ പാർട്ടിക്ക് വീണ്ടും വോട്ട് ചെയ്യാതിരുന്നത്? അതൊന്നും പറയേണ്ട, തോറ്റതിനെ പറ്റി നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഞാൻ സമ്മതിച്ചല്ലോ. താങ്കൾ കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട് CPM-കാരനായതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിച്ചത്. സർക്കാരിനെ സിലിണ്ടർ ന്യായീകരിക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അവരുടെ ഭാഗത്ത് തെറ്റുകളിലൂടെ തുറന്നു പറയാൻ തയ്യാറാവണം. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും കള്ളത്തിൽ ചെയ്തെന്ന് പറയും. അങ്ങനെ പറയുന്നില്ല താങ്കൾ. ജനങ്ങൾക്കറിയാലോ ഇതെല്ലാം. ജനങ്ങൾക്കറിയാം, ജനങ്ങളുടെ മുന്നിൽ കണക്കുണ്ട്. ശരി, ഓക്കെ. താങ്കൾ ഇപ്പോഴും അതിന് ഇതുകൊണ്ടാണ് താങ്കളോട് എപ്പോഴും എതിർത്ത് പറയേണ്ടി വരുന്നത്. താങ്കൾ ഒരിക്കലും ഇടതുപക്ഷം ചെയ്ത തെറ്റുകളൊന്നും അംഗീകരിക്കത്തില്ല, അതിനെല്ലാം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ശരി, ഓക്കെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, ഒരു ദുരന്തബാധിതർ, അങ്ങനെ ഒരു ദുരന്തം ഒരു നാട്ടിലുണ്ടായാൽ അവരുടെ ഒരു കുഴപ്പവും കൊണ്ടുണ്ടായ ദുരന്തമല്ല. ആ ദുരന്തമുണ്ടായാൽ അവരെ പഴയപടി സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന് അപ്പുറത്തേക്ക് കയറി കോൺഗ്രസ് ഞങ്ങൾ സ്വന്തമായി ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അത് എവിടെയും ആയില്ല. ഒരു സ്ഥലത്ത് കുറേ കല്ലിട്ട് കുറേ പാറക്കെട്ടുകൾ അവിടെ വാരി വിതറി എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ വീടുകളുടെ പകുതി വീടുകൾ മാത്രമാണ്, പകുതി പോലും വീടുകൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞ് നീങ്ങുന്ന അവസ്ഥയിലുമൊക്കെയാണ്. ഇങ്ങനെ ദുരന്തബാധിതരെ എല്ലാവരും ചേർന്ന് പറ്റിക്കണം. കൂടുതൽ ഞങ്ങൾ പറയാം, പ്രേക്ഷകരെ പറയണ്ടേ. നമസ്കാരം സർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര പ്രധാനമന്ത്രി ഇന്ത്യയിൽ വയനാട്ടിൽ വന്നിട്ട് ആ പിഞ്ചു കുട്ടിയുടെ താടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ആദ്യം നമ്മൾ പക്ഷെ എന്നിട്ടാണ് പഴയ ഇടതുപക്ഷ സർക്കാരിനെ പറ്റി നമുക്ക് പോരായ്മ വിലയിരുത്തേണ്ടത്. പിന്നെ പോരായ്മ പറയുന്നത് കേരള സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നാടിന്റെ ഭരണം നടത്തണം, മറ്റു ജനങ്ങളെ പ്രശ്നം തീർക്കണം. അതിന്റെ ഇടയ്ക്ക് കൂടി ഇത്രയും വീടൊക്കെ നിർമ്മിച്ചതിൽ കേരള സർക്കാരിന് അഭിനന്ദന പറയേണ്ടത്. പ്രത്യേകിച്ച് ശ്രീ സൂപ്പി അഭിനന്ദനമൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതിനെ ആര് ഭരിച്ചാലും ആ സർക്കാരിനുള്ളതായിരുന്നു. ആ സർക്കാർ അതിന്റെ പകുതിയല്ല പൂർത്തിയാക്കേണ്ടത്, പൂർണ്ണമായും പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല. അത് പ്രതിപക്ഷത്തിന് കൂടി സാധനം വേണ്ടത്. പ്രതിപക്ഷം അതിലും മോശപ്പെട്ട ആളുകളല്ലേ? കോൺഗ്രസ്സുകാർ നിന്നിട്ട് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീടിന്റെ ഒരു പകുതി പോലും കെട്ടിയെടുക്കാൻ കോൺഗ്രസ്സുകാർ കഴിഞ്ഞില്ല. അവർ അതിനേക്കാളും മോശപ്പെട്ട രീതിയിലാണ് പ്രവർത്തിച്ചത്. കേന്ദ്ര സർക്കാരാണെങ്കിൽ അങ്ങനെ ഒരു സഹായമേ നൽകിയില്ല. സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തതിന്റെ പകുതി നൽകി എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്തു എന്നും അവരെ അഭിനന്ദിക്കണമെന്നും പറയാൻ കഴിയില്ല. 3 പേരും ഏറെയും കുറഞ്ഞും ആളുകളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. സ്ഥലം നോക്കി പിടിച്ചു. അതിനെ പറ്റിയ വീടിന് പറ്റിയ സ്ഥലങ്ങൾ ടൗൺഷിപ്പ് വേണമല്ലോ. അതിനൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് സർക്കാർ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? സർക്കാരിന് എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ളപ്പോൾ, അനുമതി വയ്ക്കാനും എല്ലാം ഉള്ളപ്പോൾ സർക്കാർ അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പണം കണ്ടെത്തണം. എന്തൊക്കെ പണമൊക്കെ ആളുകൾ തന്നെ എത്രയോ കോടികൾ നൽകിയതാണ്. ആ പണം തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഇങ്ങനെ സംസാരിച്ച സർക്കാരിന്റെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം അതൊക്കെ സർക്കാരിന്റെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടിയല്ല സൂപ്പി ജനങ്ങളുള്ളത്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സർക്കാരുകളുള്ളത്. അത് നമ്മൾ സർക്കാരിൽ നിന്ന് നോക്കാം. കാരണം പണം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. അതിനെതിരെ എല്ലാ രീതിയിലും എതിരാണ് എല്ലാ ഭാഗത്തു നിന്നും. ശ്രീ സൂപ്പി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ ഒരു പണവും നൽകിയില്ലെങ്കിലും മലയാളി കേരളീയൻ പണം കണ്ടെത്തി ഇവരെ ഈ മട്ടിൽ ഞങ്ങൾ ഇവിടെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. അന്ന് കേരളം കൈയടിച്ചാണ് അത് കേട്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് എന്ത് ചെയ്ത് ഈ കേരളത്തിൽ ഇപ്പോഴത്തെ ശ്രീ സൂപ്പി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ ഏറ്റവും മോശപ്പെട്ട വാഗ്ദാനം നൽകി ഏറ്റവും മോശപ്പെട്ട പ്രകടനം കോൺഗ്രസ്സുകാരാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഞാൻ തുടക്കത്തിലും പറയുന്നു, ആവർത്തിച്ചും പറയുന്നു. പക്ഷേ എന്ന് കരുതി സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, അത് അതുകൊണ്ട് ഇവർ മഹത്തരമാണ്, ഏറ്റവും മോശപ്പെട്ട ഒരാൾ അപ്പുറത്ത് ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഹത്തരമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇത്രയും ചെയ്തില്ല, അതിനാണ് ഇത്രയും ചെയ്ത ഒരു വലിയ കാര്യമൊന്നുമല്ല സൂപ്പി, അത് അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തില്ലെന്ന് വെച്ചാൽ എന്തോ അവരുടെ ഔദാര്യം കൊടുക്കുന്നതാണോ? പിന്നെ അധികാരത്തിൽ ഇനിയും അധികാരത്തിന് ഇതിനെക്കാളും മുമ്പേ ചെയ്തിട്ടുണ്ട് അവർ ഈ സർക്കാരിന് വരുന്നതിനെക്കാളും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഒരു സർക്കാർ മറ്റുള്ളവർ എതിരാളികൾ ഞങ്ങളെക്കാൾ മോശമാണെന്ന് പറയലല്ല ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ദുരന്തം ബാധിച്ച മനുഷ്യരോട് ഒരു വാഗ്ദാനം കൊടുത്താൽ ആ വാഗ്ദാനം സമയബന്ധിതമായി പാലിക്കുക എന്നത് അത് സർക്കാരിൻ്റെതായാലും രാഷ്ട്രീയ പാർട്ടികളുടേതായാലും എല്ലാം ഉത്തരവാദിത്വമാണ്. പക്ഷെ അവിടെ എല്ലാം ഏറെയും കുറഞ്ഞും വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. വേറെ മാനുഷിക പരിഗണന കൊടുത്തിട്ട് മനുഷ്യനല്ലേ കൊടുത്തിട്ട് പിന്നെ ഇവർ വല്ലാതെ കളിപ്പിക്കുറു. അതായത് അവര് അതിദാരുണമായ ദുഃഖം അനുഭവിച്ച ഫാമിലി നഷ്ടപ്പെട്ട് അവര് എവർലാസ്റ്റ് ലൈഫ് വരെ അവരെ വേദന കടിച്ചമർത്തും. അപ്പോ അവർക്ക് ഇനിയും സുഖമായിട്ട് ജീവിക്കേണ്ടിട്ട് ഈ ഒരു ഗവൺമെന്റ് ഇപ്പം നിലവിലുള്ള ഗവൺമെന്റിന് പൈസ കൊണ്ടാനുകൂടി അയച്ചിന്. എന്നാലും നല്ല റിച്ച് എറൗണ്ട് ദ വേൾഡിൽ ആള് നല്ലോണം പൈസ ഈ കാര്യത്തിന് ഇനിയും വേണ്ടിക്കൽ അയച്ചു കൊടുക്കും. യൂണിറ്റി സംഘല്ലേ. അപ്പം അതുമല്ല, പ്രിയങ്ക ഗാന്ധിന്റെ ഹസ്ബൻഡ് പറഞ്ഞിന്, അതായത് ഭദ്ര കേരളം എടുക്കേണ്ട പൈസയുണ്ട്, അയാൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പം തറക്കല്ല് കിട്ടിയും വേഗം എടുത്തു കൊടുക്കുക, എന്നാലേ അടുത്ത ഭരണം കിട്ടും. അല്ലെ തിരിഞ്ഞു മറിഞ്ഞു വരും. ഇവര് പിന്നെ ആത്മപൂജ കഴിഞ്ഞ ശിവപൂജ. ഇവർ എല്ലാം മനസ്സിലാക്കണം സാറേ. എന്താന്ന് പറഞ്ഞാല് പിന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നല്ല കൺസെഷൻ വർക്കുമായിരിക്കണം. എങ്ങനെയെങ്കിലും തട്ടിപ്പാക്കിയിട്ട് എടുക്കരുത്. നല്ല എവറാശം. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ മുഖത്ത് എല്ലാം മറന്ന് സഹായവുമായി എത്തിയവരാണ് മലയാളികൾ. ആ മലയാളികൾ നൽകിയ സഹായം ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരെ പരമാവധി ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം, അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാരിനായാലും രാഷ്ട്രീയ പാർട്ടികൾക്കായാലും വിവിധ സംഘടനകൾക്കായാലും എല്ലാം വന്ന വീഴ്ചകൾ ഈ 2ാം വാർഷികത്തിലെങ്കിലും വിമർശിക്കപ്പെടേണ്ടതല്ലേ? എന്ത് വാർഷികം? ഇത് വാർഷികം എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ കേട്ടില്ല. ഇത് വാർഷികം എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇത് 2ാം വാർഷികം എന്ന് പറയാൻ പറ്റുമോന്ന് കേൾക്കാൻ പറ്റുന്നില്ലേ?
ഹലോ, ഇന്ന് 2024 ജൂലൈ 30-നായിരുന്നു ദുരന്തം ഉണ്ടായത്. അതെ, രണ്ടാം ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ രണ്ടാം വാർഷികം എങ്ങനെ പറയും? അല്ല, 2 വർഷമായി എന്നതിനെ അർത്ഥിച്ച് ഒരു അർത്ഥമാക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെങ്ങനെയാണ് ഇതിനെ വാർഷികമായിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്ത ഞങ്ങൾ ആഘോഷിക്കുന്നല്ലല്ലോ പറഞ്ഞത്. വാർഷികം എന്ന് പറഞ്ഞ ഒരു ദുരന്തത്തിന്റെ വാർഷികം ഉണ്ടാവാറില്ലേ? ഒരാൾ മരിച്ചാൽ അതിന്റെ 1-ാം വാർഷികം, ചരമവാർഷികം എന്ന് നമ്മൾ പറയാറില്ലേ? 2-ാം ചരമവാർഷികം എന്ന് പറയാറില്ല. അതുപോലെ ദുരന്തം ഉണ്ടായതിന്റെ 2-ാമത്തെ വാർഷികമാണിത്. അത് ആഘോഷിക്കുകയല്ലോ. അവിടെ ഉണ്ടായ നഷ്ടമുണ്ടായ ആൾക്കാർക്ക് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായി കൊടുത്തിട്ട് വാർഷികം എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. ഇത് രണ്ടാമത് വീണ്ടും വീണ്ടും ദുരന്തമെന്നേ പറയാൻ പറ്റൂ. 850 കോടി രൂപ ഈ ലോകം മുഴുവനുമുള്ള മലയാളികളും മറ്റു എല്ലാ തമിഴായാലും തെലുങ്കായാലും എല്ലാ സംസ്ഥാനങ്ങളിലും ലോകം മുഴുവൻ വാങ്ങിച്ചു കൂട്ടിയ പണം എവിടെ പോയി? ആര് കൊണ്ടുപോയി? എവിടെ? എന്ത് ചെയ്ത്? അതിന്റെ ശിഷ്ട മനുഷ്യ നമ്മളെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും കൂടെ അവർക്ക് കൊടുത്ത്, എന്നിട്ട് ഇപ്പൊ കയറിയവരെന്താണ് അതിന് മുമ്പ് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ? അവിടെ ഒരു ബില്ലെങ്കിലും ഒന്ന് പറച്ച് വൃത്തിയാക്കാനുള്ള കഴിവ് ഇപ്പൊ കയറിയവന്മാരെ കൊണ്ടായ ഈ രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതും കൂടെ ആ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരായിട്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നത്. അവരന്ന് അനുഭവിച്ചതിനേക്കാളും എനിക്ക് തോന്നണത്, പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറയണത്, അവരിപ്പോ ചിന്തിക്കുന്നത് ഞങ്ങളും കൂടെ അങ്ങ് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കഷ്ടമാണെന്നേ അവസ്ഥകളെ അവിടെ ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം. കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നത്, പൊതുവേദി ഈസ് ലൈക്ക് എ ലിറ്റ്മസ് പേപ്പർ വിച്ച് എക്സ്പോസ് ട്രൂ കളർ ഓഫ് ഓൾ കോളേഴ്സ് എന്ന് പറയുന്നു. ഡോക്ടർ എം ബി മണി പറയുന്നത്, പ്രാദേശിക ഭരണകൂടങ്ങൾ ഭരണപരമായും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനപരമായും ശക്തമാകണം, അതിന് സാധിക്കുന്ന രീതിയിൽ ഭരണ സംവിധാനം ഉടച്ചു വാർക്കണമെന്നൊക്കെയാണ്. ശശിധരൻ പിള്ള, നമസ്കാരം കിരൺ, കഴിഞ്ഞ ദിവസം താങ്കൾ എന്നെ വിമർശിച്ചതിന് മറുപടി പറയാൻ അന്ന് സമയം കിട്ടിയില്ല. മണിമല എന്നെ വിമർശിച്ചുകൊണ്ടാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കൃത്യമായിട്ടും. അത് അന്നേരം പറഞ്ഞ ഏതെങ്കിലും കമൻറ്റിന് പറഞ്ഞ മറുപടി ആയിരിക്കുമെന്ന് കരുതുന്നു. സാമുവൽ, ഇവിടെ പിരിഞ്ഞു കിട്ടിയ 750 കോടി രൂപ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിലേക്ക് പോയാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ പോരാ സുനിൽകുമാർ. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ വന്ന് ആളുകളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങളും എല്ലാം ആശുപത്രിയിൽ പോയി കുഞ്ഞുങ്ങളെ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളെന്താണ് കരുതുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വലിയ സഹായം നമുക്ക് കിട്ടുമെന്നാണ്. എന്നിട്ട് എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. വന്ന് കണ്ട് ചിരിച്ചിട്ട് പോവുകയോ പടമെടുത്തിട്ട് പോവുകയല്ല വേണ്ടത്. അത് ചെയ്തില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് കരുതി സംസ്ഥാന സർക്കാരിനെ പറയാതിരിക്കുന്നില്ല, വിവിധ പാർട്ടികൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ പറയാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി കേന്ദ്ര സർക്കാർ എന്നല്ല, കേന്ദ്ര സർക്കാരിന് തുല്യമായ ഉത്തരവാദിത്വം തന്നെയുണ്ട്. അതവർ ചെയ്തില്ല എന്നത് ഗുരുതരമായ കേരളത്തോട് കാണിച്ച അവഗണന തന്നെയാണ്. കർണാടക സർക്കാർ 100 വീട്, AICC 100 വീട്, യൂത്ത് കോൺഗ്രസ് 100 വീട് എന്ന് പറഞ്ഞ് അത് പ്രമോദാണോ കളിയാക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും സ്വന്തം സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് ഒരു ദുരന്തമുണ്ടായാൽ പുനരധിവസിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ് ഇവിടെ ഭരിച്ചാൽ ഇതിനപ്പുറം നടക്കും. അല്ലാതെ കേന്ദ്രമെന്ന് പറഞ്ഞ് തടിയൂരുകയല്ല വേണ്ടത്. പിന്നെ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്റ്റേറ്റ് അല്ലേ? കേന്ദ്രത്തിൻ്റെ സ്വന്തം സ്റ്റേറ്റ് കൂടിയല്ലേ കേരളം? കേരളം അടക്കം എല്ലാ സംസ്ഥാനങ്ങളുടെയും വരുമാനം കൊണ്ട് ആണ് കേന്ദ്ര സർക്കാർ നിലനിന്ന് പോകുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന സംവിധാനമൊന്നുമല്ല. ഈ സംവിധാനത്തിൽ ഏത് സംസ്ഥാനത്തിന് ദുരന്തം വന്നാലും അവരെയൊക്കെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് അവിടെ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല, അല്ലാതെ നിങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാൻ. ഇത് സ്വന്തം കേരളം ഒരു പ്രത്യേക രാജ്യമൊന്നും അല്ലല്ലോ. ഏത് സംസ്ഥാനത്തിന് ദുരന്തം വന്നാലും വിഷയങ്ങൾ വന്നാലും അവിടെയൊക്കെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. വല്ലാതെ അങ്ങ് ന്യായീകരിക്കാൻ സുനിൽകുമാർ നിൽക്കരുത്. ആളുകൾക്കൊക്കെ യാഥാർത്ഥ്യം അറിയാവുന്നതാണ്. ജയകുമാർ, സർക്കാർ കൊടുത്ത വീടുകൾ മഴയില്ലാതെ തന്നെ ചോരുന്നതായിരുന്നു. അങ്ങനെയൊന്നുമില്ല ജയകുമാർ. സർക്കാർ കൊടുത്ത വീടുകൾക്കൊന്നും അങ്ങനെ മോശപ്പെട്ട വീടുകളൊന്നും അല്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ചോർച്ചയോ പൊട്ടലോ ഉണ്ടായെന്ന് കരുതി മോശപ്പെട്ട വീടുകളല്ല സർക്കാർ കൊടുത്തത്. സാമാന്യം മെച്ചപ്പെട്ട വീടുകൾ തന്നെയാണ്. നമ്മളടക്കം അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പൂർണ്ണമായും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളിടത്താണ്. 405 വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 405 വീടും പൂർത്തിയാക്കി കൊടുക്കണം. അതിന് പകരം അതിൻ്റെ പകുതി വീടുകൾ പൂർത്തിയാക്കി കൊടുക്കുക, അതിൻ്റെ പകുതി ആളുകൾക്ക് മാത്രം താമസിക്കാനുള്ള സൗകര്യത്തിലേക്ക് എത്തുക, ഇനിയും പണി പൂർത്തിയാകാൻ കിടക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതിനെ വിമർശിക്കുകയും വേണം. അല്ലാതെ എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. അതിൻ്റെ മെറിറ്റിനെ അംഗീകരിക്കുകയും വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും വേണം. ഒരു കുടുംബത്തിന് 50 ലക്ഷം രൂപ വീതം കൊടുത്തിരുന്നെങ്കിൽ അവർ നല്ല വീട് വെച്ച് ജീവിച്ചേരെ. 750 കോടി 50 ലക്ഷം, അതൊരു ലോജിക്കൽ കണക്കല്ല സുനിൽകുമാർ. ഒരു സ്ഥലം തകർന്നു പോയൊരു സ്ഥലമാണ്. ഒരുത്തർക്ക് 50 ലക്ഷം കൊടുത്താൽ അയാൾക്ക് ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവിടെ വീട് വെക്കാം. അല്ലാതെ ഒരാൾക്ക് 50 ലക്ഷം രൂപ കൊടുത്താൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അവിടുത്തെ സ്കൂളുകൾ തകർന്നു, പോസ്റ്റ് ഓഫീസ് തകർന്നു, ആശുപത്രി തകർന്നു, എല്ലാം തകർന്നു. അപ്പോൾ ഇത് റോഡുകൾ തകർന്നു. അപ്പോൾ അത് ഒരുത്തർക്ക് 50 ലക്ഷം കൊടുത്ത് പരിഹരിക്കാവുന്ന ഒന്നല്ല. അത് സാമാന്യ ലളിതയുക്തിക്ക് തോന്നുന്നതാണ്. പക്ഷേ അത് പ്രാക്ടിക്കലായ ഒന്ന് അല്ല എന്നതുകൂടി താങ്കളെ ചൂണ്ടിക്കാണിക്കുകയാണ്. മഹി, ജനങ്ങൾക്കറിയാനുള്ളത് കൊണ്ടാണ് വൻ ഭൂരിപക്ഷത്തിൽ വീട്ടിൽ പോയെന്ന് ജയകുമാർ പറയുന്നു.
കോലായ മലയാളം പറയുന്നു, വിഷ്ണുനാരായണൻ ആപത്ത് കാലത്ത് കൈപിടിച്ചുയർത്തേണ്ടവരിൽ നിന്ന് വേണ്ടു സഹായം ഉണ്ടായില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല, ഇനിയെങ്കിലും അവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ടവർ പരിഗണിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ശിവശങ്കർ പറയുന്നു, LDF എല്ലാം ശരിയാക്കി, നവകേരളം സൃഷ്ടിച്ചു, CPM ശരിയാക്കി, 99 നിന്ന് 35 ജനങ്ങൾ സംതൃപ്തരായി, ഭരണം UDF നൽകി, വാഗ്ദാനം പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഇന്നലെ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് ചിരിച്ച് സുനിൽ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ശശിധരൻ പിള്ള പറയുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ വീടുകൾ ചോരുന്നു എന്ന് പറഞ്ഞ ചാനലുകൾ ഇപ്പോൾ എന്ത് പറയുന്നു? എന്തെങ്കിലും വീട് ചോരുന്നുണ്ടോ എന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. വീടുകൾ ചോർച്ചയുണ്ടായ എന്നുള്ള അല്ല ശ്രീ AK കൃഷ്ണൻകുട്ടി വിഷയം. ഏതെങ്കിലുമൊക്കെ 50-100 വീട് വെക്കുമ്പോൾ നമ്മൾ വീട് വെച്ചാലും ചിലപ്പോൾ ചില സ്ഥലമൊക്കെ ചെറിയ ചോർച്ചയൊക്കെ ഉണ്ടായെന്നിരിക്കും. അതല്ല വിഷയം. അവിടെ മെച്ചപ്പെട്ട വീടുകളൊക്കെ തന്നെയാണ് വെച്ചത്. അതങ്ങനെ മോശപ്പെട്ട വീടുകളൊന്നുമില്ല, അങ്ങനെ പരാതിയില്ല. പക്ഷേ വാഗ്ദാനം ചെയ്ത് അവരെ പറ്റിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ സർക്കാർ വാഗ്ദാനം ചെയ്ത് പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അത് എന്തിൻ്റെ ന്യായം പറഞ്ഞാലും അത് ഒരു ജനങ്ങളോട് കാണിച്ച ഒരു വഞ്ചന തന്നെയാണ്, അത് പറയേണ്ടി വരും. മറ്റുള്ളവർ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു എന്നുകൊണ്ട് ഇതിന് ന്യായീകരണമല്ല. ന്യൂസ് 18 എന്തുകൊണ്ട് ഇപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്ന് പറയുന്നില്ല, കാണിക്കുന്നില്ല? ശ്രീ AK കൃഷ്ണൻകുട്ടി, ഞങ്ങളടക്കം ഇന്ന് രാവിലെ, ഞങ്ങൾ മാത്രമല്ല എല്ലാ ചാനലുകളും ഇന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പല ദിവസങ്ങളിലും അവിടെയുണ്ട്. അവിടുത്തെ തൽസ്ഥിതിയൊക്കെ കൃത്യമായി തന്നെ ഞങ്ങളെല്ലാവരും കാണിച്ചാണ്. ഞാൻ ആദ്യം കണക്ക് കൃത്യമായി വായിച്ചല്ലോ, ഓരോരുത്തരും എത്ര വാഗ്ദാനം ചെയ്തു, എത്ര തന്നു എന്നുള്ള വാഗ്ദാനം അടക്കം പറഞ്ഞല്ലോ. VC തോമസ് പറയുന്നു, കഴിഞ്ഞ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു, അതിന് ജനം ശിക്ഷിച്ചു, പിന്നെയും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ സർക്കാർ എന്തൊക്കെ ചെയ്യണമെന്ന് ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ മാത്രമല്ല, പുതിയ സർക്കാരായാലും പഴയ സർക്കാരായാലും സർക്കാർ മാറി മാറി വന്നാലും സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്തം മാറി മാറി ഒരു സർക്കാരുകൾക്കുണ്ട്. ഈ സർക്കാർ അടിയന്തരമായി അത് പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മളല്ല, എല്ലാവരും അവിടെയും ആവശ്യവും സർക്കാരിൻ്റെ ഉത്തരവാദിത്തവുമാണത് എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുക. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള, അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ
ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവ ആദ്യം തിരുത്തിയ ശേഷമേ പാൻ കാർഡിനായി അപേക്ഷിക്കാവൂ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ഈ കർശനമായ കൂടിച്ചേർക്കൽ വഴി രാജ്യത്തെ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും അതുവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. സാധാരണയായി ജൂലൈ 31-നുള്ളിൽ ITR ഫയലിംഗ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നികുതി പോർട്ടലിലെ സാങ്കേതിക നവീകരണങ്ങളും നികുതിദായകർക്ക് തങ്ങളുടെ സാമ്പത്തിക രേഖകൾ കൃത്യമായി ഒത്തുനോക്കുന്നതിനുള്ള അധിക സമയവും കണക്കിലെടുത്താണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ തീയതി നീട്ടി നൽകാൻ തീരുമാനിച്ചത്. അവസാന നിമിഷത്തെ തിരക്കുകളും വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളും കാരണം ഒട്ടനവധി പേർക്ക് കൃത്യസമയത്ത് നികുതി ഫയൽ ചെയ്യാൻ നമ്മൾ ചർച്ച തുടരുകയാണ്. വയനാട് ദുരന്തത്തിന് ഇന്ന് 2 വർഷമാകുന്നു. അപ്പോൾ ആ ദുരന്ത സമയത്ത് വാഗ്ദാനം ചെയ്ത സർക്കാരിൻ്റെ വാഗ്ദാനം, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ ഒക്കെ വാഗ്ദാനം, അതിൽ മഹാഭൂരിപക്ഷം വാഗ്ദാനങ്ങളും ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിൽക്കുകയാണ്. പാതി വഴിയിലാണ് ഇപ്പോഴും വീടുകളുടെ നിർമ്മാണം ഒക്കെ നിൽക്കുന്നത്. കുറച്ച് പേർക്ക് മാത്രമാണ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജേന്ദ്രനാണ് വയനാട്. വയനാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അമ്പലവയൽ നിന്ന്. ഓക്കെ. താങ്കൾ ഈ സ്ഥലമൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ കൃത്യമായി? വഴിക്കൊക്കെ പോകുന്ന ആളാണ്. എന്തായാലും അതൊരു ഭയങ്കര ഒരു ദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു. എന്നാലും ഇപ്പൊ സർക്കാർ വേണ്ട വിധത്തിലൊന്നും ഇപ്പോഴും അത് കൈകാര്യം ചെയ്യാത്തതിലുള്ള ഒരു വിഷമാണ് ഞമ്മക്കൊക്കെ. അത് സർക്കാർ നേരത്തെ തന്നെ ഇതൊക്കെ വരാണ്ടിരിക്കേണ്ട സംവിധാനങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ ഈ എടക്കൽ മലയിലൊക്കെ, എടക്കൽ ഗുഹയുള്ള ആ മലയിലൊക്കെ ഇപ്പൊ അതിന്റെ മുകളിൽ വരെ പട്ടയം കൊടുത്തിരിക്കുകയാണ്. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതിന് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിന് കൂട്ടു നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഈ കേരളം ഇപ്പോഴും ആ സ്ഥിതിയിൽ, ഇപ്പോഴും ദുരന്തങ്ങളും മൊത്തം ഉണ്ടാകുന്നത് സർക്കാരും ഈ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തത്തിലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഉത്തരവാദികൾ. അത് മാറ്റിയെടുക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായ ജനങ്ങളാണ്. മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രം രാഷ്ട്രീയ പാർട്ടിക്കാർ മെനക്കെടാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ സുധീറാണ്. സുധീർ തൃത്താലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധീർ, നമ്മൾ ഇങ്ങനെ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം അത് സർക്കാരിനായാലും രാഷ്ട്രീയ പാർട്ടികൾക്കായാലും എല്ലാം ഉണ്ടാവേണ്ടതല്ലേ? അതാണ്, സർക്കാർ വാക്ക് പാലിക്കണം. നല്ലതുപോലെ ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുറച്ച് സ്പീഡപ്പ് ഉണ്ടായിരുന്നു. പല വീട് വെക്കാനും അതിനുള്ള ഏകോപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് സർക്കാർ മുൻകൈ എടുക്കുന്നത് വിചാരിക്കുന്നു. പക്ഷെ കോൺഗ്രസ് വീട് വെക്കാ പറഞ്ഞിട്ട് വെച്ചു കൊടുക്കാറുണ്ട്, അതും പറ്റിച്ച ആൾക്കാരനെ. ഇപ്പൊ ചെറുതായിട്ട് എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. അതൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ലീഗ്, ഈ നമ്മളെ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഇടതുപക്ഷം, അങ്ങനത്തെ വ്യത്യസ്തമാണ് കോൺഗ്രസ്. അവർക്ക് ഈ സാമൂഹിക ഇടപെടലുണ്ട്. ഈ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് കറക്റ്റ് ഇല്ല അവർക്ക്. ലീഗ് മാർക്സിസ്റ്റ് അങ്ങനെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ്. അവർ നിരന്തരം രാഷ്ട്രീയപരമായിട്ട് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇവര് അങ്ങനത്തെ അധികം ഒരു ഇതില്ലാത്തതായി. കോൺഗ്രസിന് അതിനുള്ള ഒരു പ്രാപ്തി ഇല്ല. ഉണ്ടെങ്കിൽ ചെറുത് അത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് അതിനൊരു പരിചയം ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ ഭരണത്തിലായാലും അങ്ങനെ തന്നെ. പരിചയമില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ശ്രീ സുധീർ. അന്ന് ഇരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ, ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകുകയാണ്. അന്ന് സർക്കാരിനൊപ്പം അവർക്ക് ചേരാമായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങൾ സ്വന്തമായി വെച്ചു കൊടുക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകിയെങ്കിൽ അത് പാലിക്കാനുള്ളൊരു സാമാന്യ മര്യാദ, അതൊരു ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അതിൻ്റെ ഒരു ലേശമെങ്കിലും കാണിക്കണ്ടേ? അതില്ല, കോൺഗ്രസ്സുകാർക്ക് ഇല്ല എന്നാണ് പറയണത്. കോൺഗ്രസ്സുകാർ ഇപ്പൊ കോൺഗ്രസ്സുകാർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയകൾക്കും വിഷയമില്ല, നാട്ടുകാർക്കും വിഷയമില്ല. അവർ ആലംഭാഗം കാട്ടി കഴിഞ്ഞാൽ അവർ സേഫാണ് എന്നും കോൺഗ്രസ്. അത് ഇനി ഈ കാര്യത്തിലല്ല, എന്ത് കാര്യം എടുത്താലും, രാഷ്ട്രീയപരമായിട്ട് എന്ത് എടുത്താലും, അതെ ഏത് കാര്യത്തിൽ എടുത്താലും കോൺഗ്രസ് എപ്പോഴും സേഫാ. അവർ ഓഡിറ്റിന് വിധേയമല്ല. അവർ ഞാൻ എന്ത് ചെയ്താലും വിധേയമായതുകൊണ്ടാണല്ലോ നമ്മളടക്കമുള്ള ആളുകൾ ആ വിഷയം ഇതൊക്കെ ഒരു ചെറിയൊരു അംശം സംഗതി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. ഞാൻ പൊതുവായിട്ട് പറയാണ്. അങ്ങനെയൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ,
ഏത് പ്രസ്ഥാനമായിക്കോട്ടെ ഒരു വാഗ്ദാനം നൽകി അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ വിചാരണ ചെയ്യപ്പെടും. അതിന് സംശയമില്ല. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, 2 വർഷം കൊണ്ട് ഒരു സ്ഥലം പുനർനിർമ്മിച്ച് അവർക്ക് വീടുകളൊക്കെ വെച്ച് നൽകാൻ കഴിയാത്തതൊന്നുമല്ല. അതിന് സർക്കാരിനായാലും ഈ പാർട്ടികൾക്കായാലും അതിന് ശേഷിയില്ലാത്തതൊന്നുമല്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ 2 മാസം പോലുമില്ല, 45 ദിവസം, ഒരു 2 മാസത്തിനുള്ളിൽ കോടികൾ കണ്ടെത്തി ഇവിടെയെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം കൃത്യമായി നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ്. ആ നാട്ടിലാണ് ഇപ്പോഴും ആ ദുരന്തബാധിതരെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്. അതെ, ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അന്ന് അവര് ആദ്യം തന്നെ സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോൾ നല്ല സ്ഥലം കിട്ടുന്നതിന് താമസം വന്നു. അത് കഴിഞ്ഞ് ആ ഭൂമിക്ക് തർക്കമായിട്ട് കുറെ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. കോടതിയുടെ ഉത്തരവ് വന്നപ്പോഴേക്കും കുറെ കാലങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടു. പിന്നെ ഇവര് പണി തുടങ്ങി കഴിഞ്ഞ് പറയാലോ, കഴിഞ്ഞ വർഷം എല്ലാ വർഷത്തെക്കാളും മഴയായിരുന്നു. അവിടെ താമസം വന്നു. എന്നിട്ടും ഇവര് 178 വീടിന്റെ പണി പൂർത്തിയാക്കി വേറെ ഒരു 100ഓളം വീടിന്റെ കോൺക്രീറ്റ് വാർക്ക വരെ കഴിഞ്ഞിരുന്നു. പിന്നെ അന്ന് ആ ജനങ്ങളെ മുഴുവനും അവര് വീട് വാടകയ്ക്ക് എടുത്ത് അവർക്ക് കൃത്യമായിട്ട് പൈസ വാടക കൊടുക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ അവരെല്ലാവരും ആ കാലത്ത് വളരെ സംതൃപ്തരായിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ഇവര് ഈ കാര്യത്തില് ഇവര് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് കഴിഞ്ഞ സർക്കാർ എല്ലാം ചെയ്തു, ഈ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല. ഈ സർക്കാരും ചെയ്തിട്ടില്ല, കഴിഞ്ഞ സർക്കാരും. ശ്രീ വർഗീസ്, കഴിഞ്ഞ സർക്കാരും ആ സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനം ചെയ്തതിനേക്കാൾ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ആ സർക്കാർ പൂർണ്ണമായി അത് പാലിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പരാജയം ഉണ്ടായി. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കാൻ ഇന്ന് ഇവിടെ മറ്റ് എതിർ പാർട്ടികളായ കോൺഗ്രസിനെ വിമർശിക്കാൻ അവകാശമില്ല. അത് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവകാശമില്ല. പക്ഷേ ജനങ്ങളായ നമുക്ക് അവകാശമുണ്ട്. സർക്കാർ വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അല്ല, സമ്മതിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പോയിട്ട് കേരളത്തിലെ ജനങ്ങളെ ശരിക്കും പരിഹസിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ഉള്ളതിൽ ഭേദം കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ. ഉള്ളതിൽ ഭേദം എന്നൊന്നുമില്ല ശ്രീ വർഗീസ്. ഒരു നാടിന് നഷ്ടപ്പെട്ടു പോയാൽ ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനാണ്. ആ സർക്കാർ അത് കൃത്യമായി ചെയ്തു കൊടുക്കണമായിരുന്നു. അവരത് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെക്കാൾ മോശപ്പെട്ട ആളുകളാണ് പ്രതിപക്ഷത്ത് തന്നിരുന്നവരെന്നും ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ചവർ എന്നതുകൊണ്ട് അവർ ഉത്തരവാദിത്തം മുഴുവൻ നിറവേറ്റിയെന്ന് പറയല്ല. തമ്മിൽ ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അതാണ്. അതായത് ബിജെപിയും കോൺഗ്രസിനെയും വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ ഭേദം ഇടതുപക്ഷം തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം അല്ല, അതിന് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി തന്നെ കണക്ക് പറഞ്ഞല്ലോ അങ്ങനെ. പക്ഷെ അവരും ചെയ്തില്ല എന്നുള്ളതുണ്ട്. അവരും ഈ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോഴും അവരുടെ ആ വാടകക്കാരുടെ അടുത്ത് താമസിച്ച് വാടക അവരൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുക, അവരെല്ലാം സംതൃപ്തരായിരുന്നു ആ കാലത്ത്. എങ്ങനെയാണ് ശ്രീ വർഗീസ്, താങ്കളുടെ വീട് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു വാടക വീട് സെറ്റാക്കി തന്നിട്ട് ആ വാടക വീട് ഞാൻ വാടക തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംതൃപ്തരാകും? നിങ്ങൾക്ക് സ്വന്തമായ ഒരു കിടപ്പാടം വേണമെന്നുള്ളത് മലയാളിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമാണ്. അത് കിട്ടുന്നതും വരെ അവന്റെ മനസ്സിൽ ആ സംതൃപ്തി ഉണ്ടാവും. ഞാൻ പറയാം, അതായത് അവർക്ക് അന്ന് കൃത്യമായിട്ട് വാടക കിട്ടിയിരുന്നു. അവർക്ക് സർക്കാർ പറഞ്ഞ ആനുകൂല്യങ്ങൾ അന്ന് കിട്ടിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറെ എല്ലാം നഷ്ടപ്പെട്ടവര് സംതൃപ്തരാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല പറഞ്ഞത്. ഓക്കെ, ശരി. ശ്രീ വർഗീസിന്റെ പ്രതികരണമാണ് കേട്ടത്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കളുടെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ പകുതി വാഗ്ദാനം പാലിച്ചു. പുതിയ സർക്കാർ വന്ന് ഇനിയെങ്കിലും അവർ ആ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പൂർണ്ണമായും പാലിക്കപ്പെടുമോ? മനസ്സ് പിടയുന്ന ഒരു ചർച്ചയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 മുണ്ടക്കയം ചുരൽമല തുഞ്ചിരിവട്ടം ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി. ഉറ്റവരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ട ദുരിതബാധിതരായ ആളുകൾക്ക് അർഹമായ രീതിയിൽ ഗവൺമെന്റ് കണ്ടിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. 2 കൊല്ലമായി ഇന്നും ദുരിതം പേറുന്ന അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വേദനയും പ്രയാസവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും അപ്പുറത്താണ്. ഗവൺമെന്റ് ഒന്നും ആ രീതിയിൽ വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തകൃതിയായി ചില പണികളൊക്കെ കഴിച്ചു പൂർണ്ണമായും
അത് ഭാഗികമായി തീർത്തുകൊണ്ട് അവരെ ഏൽപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം വേണ്ട വിധത്തിൽ നിർവഹിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ മുസ്ലിം ലീഗ് 105 വീടാണ് പ്രഖ്യാപിച്ചതെങ്കിലും 51 വീട് വളരെ സുഗമമായി താമസിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ അവർക്ക് നൽകിയിട്ടുമുണ്ട്. ബാക്കി വരുന്ന വീടുകൾ ആഗസ്റ്റ് സെപ്റ്റംബറിലൂടെ തീർക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും മുസ്ലിം ലീഗ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ആവും എന്ന് തന്നെ. പക്ഷേ എന്തൊക്കെയായാലും കോൺഗ്രസ് പറഞ്ഞാലും മാർക്സ്വാദി പറഞ്ഞാലും അതേപോലെ ഗവൺമെന്റ് പറയുന്നതും ഒക്കെ തന്നെ ഈ ദുരിതബാധിതരുടെ ദുരിതം കാണാൻ, അവരുടെ സങ്കടം കേൾക്കാൻ, അവരെ പ്രയാസം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടും നമ്മളൊരു പ്രഖ്യാപനങ്ങളോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചകളോ നടന്നതായി നമ്മൾ കണ്ടിട്ടില്ല. 2 മാസമായി ആവുന്നേ ഉള്ളൂ. എന്നിരുന്നാലും അവരെ ചേർത്ത് പിടിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു ഭരണാധികാരിക്ക് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമായി ചെയ്തു കൊടുക്കാം. അത് അവർ പ്രഖ്യാപിച്ചതല്ലേ, അത് ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മൾ ആ പ്രദേശം ഞാൻ പോയി കണ്ടതാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ആ അവസ്ഥയൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, നമുക്ക് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. അവരൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ എവിടെയോ അവർക്ക് 3000 കൊടുക്കാം, 6000 കൊടുക്കാം, 9000 കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും അവർക്ക് കൊടുക്കാൻ കഴിയാത്ത ഇവർ കോടിക്കണക്കിൽ 78 കോടിയോളം 78 എനിക്ക് തോന്നുന്നു, അല്ലെ എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, എത്രത്തോളം കോടി സംഭരിച്ചു വെച്ചിട്ടും ആ സംഭരണിയിൽ വെക്കുക ചെയ്തത്. ഇവർക്ക് കൊടുത്ത വേണ്ട വിധത്തിൽ ഇവരെ ആശ്വസിപ്പിച്ചോ? ആരുണ്ടായിരുന്നു? ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞാലും എത്രയോ കോടിക്കണക്കിന് രൂപ ആ ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടാവും. എന്നിട്ട് പോലും എന്തുകൊണ്ട് ചെയ്തു കൊടുത്തില്ല? ഈ ജനങ്ങൾ, ഈ കേരളത്തിലെ ബോധവാന്മായ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലേ അവർക്ക് അത്ര വലിയ പരാതി 99 നിന്ന് 35 അവർ വന്നതിന്റെ ഒരു കാരണം അതാ. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ ഈ രീതിയിലൊന്നുമില്ല ഗവൺമെന്റ് ഇടപെടേണ്ടത്. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറ്റാലും ഈ ദുരിതബാധിതരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി എത്രയും എളുപ്പത്തിൽ ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. വളരെ വ്യക്തമാണ്. ശ്രീ റഷീദ്, തങ്ങൾ അതിന്റെ വൈകാര്യത കൂടി ഉൾക്കൊണ്ട് തന്നെയാണ്. മോഹനാണ് ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ മോഹനൻ, വയനാട് ദുരന്തബാധിതർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ നൽകിയ വാഗ്ദാനങ്ങൾ, പല പ്രസ്ഥാനങ്ങളും നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ പകുതിയും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ദുരന്തബാധിതരുടെ പട്ടിക പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നു. ഇങ്ങനെ ദുരന്തബാധിതരെ പറഞ്ഞു പറ്റിക്കുന്നത് ശരിയാണോ? നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരമല ദുരന്തം എന്ന് പറഞ്ഞാൽ മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമാണ്, തർക്കമില്ല. അതിനിപ്പോ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്താലും അത് ഒന്നിനും പരിഹാരമാവില്ല. നമുക്ക് തൽക്കാലം ആശ്വാസങ്ങൾ പകരാൻ മാത്രമേ കഴിയൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. കഴിഞ്ഞ സർക്കാരായാലും അവരുടെ ഭാഗത്തും തെറ്റില്ല. ഇപ്പൊ വന്ന ആൾക്കാരാണെങ്കിൽ അവരും വേണ്ടതുപോലെയൊക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോ ഇത് അവരെ വഞ്ചിച്ചു എന്നൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും നമ്മൾ ചെയ്ത കാരണം ഇപ്പൊ പല രാഷ്ട്രീയക്കാരും പല ഭാഗത്ത് നിന്ന് പല ഭിന്നാഭിപ്രായങ്ങൾ പറയും. അവര് ഭരിക്കുമ്പോ ഇവര് ഭരിക്കുമ്പോ. പക്ഷെ ഇതില് അവർക്ക് ഏകദേശമൊക്കെ സർക്കാർ ഒരു നീതിപരമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് ചില അവിടെയുള്ള ആൾക്കാർ തന്നെ ചില ചാനലിലൂടെ ചില അഭിപ്രായങ്ങൾ. ഞാനൊരു ചെറിയ കണക്ക് വായിക്കാം. 410 വീടാണ് സർക്കാർ നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. അതിൽ 178 വീട് നിർമ്മിച്ച് 150 വീട്ടിലാണ് ഇപ്പോൾ താമസ സൗകര്യത്തിനുള്ള രീതിയായത്. അപ്പോൾ 410 നിർമ്മിക്കാമെന്ന് പറഞ്ഞെടുത്ത് 1/3 വീടുകൾ മാത്രമാണ് ഇപ്പോൾ താമസത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് 105 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഒരു വീട് പോലും അവർ നിർമ്മിച്ചിട്ടില്ല ഇതുവരെ. അവിടെ ഒരു ഭൂമി എടുത്തിട്ടിരിക്കുന്നു, അവിടെ കുറേ പാറ ഇട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല. ലീഗ് പക്ഷേ 105 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 51 വീടുകൾ അവർ വൃത്തിയായി നിർമ്മിച്ച 51 വീടുകൾ ആ വീടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ദുരന്തത്തിലല്ല നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് പഴയതുപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പ് കൊടുത്തതാണ് ഈ കേരളം. ആ ഉറപ്പ് കൊടുത്തെടുത്ത് അത് പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഈ പാർട്ടികൾ കഴിഞ്ഞിട്ടില്ല. അത് അവരെ വഞ്ചന തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണ്. അവർക്ക് പകരമായിട്ട് മുഴുവൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കുന്ന കുറച്ച് കൊടുത്തല്ലോ, കൊടുക്കില്ല. കുറച്ച് കൊടുക്കാൻ നമ്മുടെ ഔദാര്യമാണോ? അല്ലല്ല, ഇത് അവരുടെ ഏതെങ്കിലും കുഴപ്പം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണോ? അല്ലല്ലോ. ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇതുണ്ടായില്ലാത്തതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നു.
അല്ലാത്തൊരു സ്ഥലത്താണ് ഇത് ഉണ്ടായെങ്കിൽ, നമ്മൾ ജീവിച്ച ഒരു സ്ഥലത്താണ് ഉണ്ടായെങ്കിൽ നമ്മളും ഇതുപോലെയൊക്കെ പെട്ടുപോയനെ. അവരേതെങ്കിലും ഒരു കുഴപ്പത്തിൽ പോയി ചാടി അങ്ങനെ ഉണ്ടായതല്ലല്ലോ. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനില്ലേ? കിരണെ, തീർച്ചയായിട്ടും നമ്മൾ ആ ദുരന്തബാധിതരെ അവരെ മാറോട് ചേർത്ത് പിടിക്കണമോ ആരും സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവർക്ക് ഈ ബാക്കി കൊടുക്കാൻ സാമ്പത്തിക പ്രശ്നമായിരിക്കും കാരണം, അല്ലാതെ ഇവരുടെ എന്തെങ്കിലും വിരോധത്തോട് എന്ത് സാമ്പത്തിക പ്രശ്നം ശ്രീമോഹൻ? ഒരു സംസ്ഥാനത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്തതാണോ? അതൊന്നും അല്ലല്ലോ. സാമ്പത്തിക പ്രശ്നമൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തും സ്വന്തമായി ജീവിക്കാൻ വകയില്ലെങ്കിൽ പോലും അതിൽ നിന്ന് വിഹിതം എടുത്ത് നൽകാൻ തയ്യാറായ മനുഷ്യരൊക്കെയാണ് കേരളം. നമ്മൾ പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് നടപ്പാക്കാൻ ഇച്ഛാശക്തിയുള്ള ആളുകൾ തലപ്പത്ത് വേണം. അത് പാർട്ടികളുടെ ആയാലും സർക്കാരിൻ്റെതായാലും. അല്ല, ഇപ്പൊ കഴിഞ്ഞ സർക്കാരായാലും അവരും ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യാവുന്നത് അവർ ചെയ്തില്ല. ചെയ്യേണ്ടതിൽ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു. അത് ശരിയാണ്, അത് സമ്മതിക്കുന്നു. അല്ല, ഇനി നമുക്ക് ഇവരും ചെയ്യുന്നില്ല പറയുന്നത്, നോക്കാം, പ്രതീക്ഷയ്ക്ക് കൊടുക്കാം. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പറഞ്ഞത് ഒന്നും ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്നത്. സർക്കാർ വന്നെങ്കിലെങ്കിലും അവർ നന്നായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഒന്നും പറയാനും പറ്റില്ല. ശരി ശ്രീമോഹൻ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയൊക്കെ പറ്റിപ്പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഗതികെറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യരോട് ഒരു സർക്കാരും പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ അത് പാലിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയില്ലേ? നമസ്കാരം. ആദ്യം എന്താ പറയാ, ഞാൻ ആ വീട്ടിൽ പോയി, ഞാൻ എന്റെ കുടുംബവും ഒരാഴ്ച വയനാട് ചുരൽമലയിൽ പോയി ഒരു വീട്ടിൽ നിന്ന്, പേര് പറയാൻ വേണ്ടി വയ്യ. നമ്മൾ പിറ്റേ ദിവസം 3-ന്റെ അന്ന് മുടിഞ്ഞ് പോരുന്ന 4-6-ന്റെ അന്ന് അവിടെ മൊത്തം ആ പരിസരം കാണാനില്ല. ആ സ്ഥലമേ നമുക്ക് അറിയാൻ പാടില്ല, ശൂന്യമായി പോയി. ഈ വേണ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് അനുഭവിക്കുന്ന കഷ്ടത, ആഹാരത്തിന് വേണ്ടിയോ ഒന്നിനുമല്ല, അവർക്ക് കയറി കിടക്കാൻ മനസ്സാക്ഷിയോട് മനസ്സമാധാനം കിടക്കാൻ ഒരു ഭൂമി വീടില്ല. നഷ്ടപ്പെട്ടവര് പോയ പ്രയാസം വേറൊരു വഴി. ആഹാരം കൊടുക്കുന്നുണ്ട്. ഇന്ന് 3 നേരം ആഹാരം, 1 നേരം ആഹാരം കഴിക്കാത്ത ആരുമില്ല. പക്ഷെ ഗവൺമെന്റ് ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും അംശം കൊടുക്കുന്ന നമ്മളെ ഇന്ത്യ ഗവൺമെന്റ്, കേരളമായാലും ഇന്ത്യ ആയാലും കേരളത്തിലുള്ള ജനങ്ങള് ഇത്രയും 3-4 കോടിയുള്ള ജനങ്ങൾക്ക് കുറച്ച് ഇത്തിരി ദൂരം സംഭവിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാതെ വരുമ്പോൾ ഏത് ഗവൺമെന്റ് നമ്മൾ നല്ലത് പറയണ്ട? കോൺഗ്രസിനെ പറയണോ, BJP പറയണോ, CPM-നെ പറയണോ? ഇതെല്ലാം ഒരു തട്ടിപ്പാണ്. കോൺഗ്രസ്സുകാർ വീട് കൊടുത്തിട്ടില്ല, ആരും വീട് കൊടുത്തിട്ടില്ല. ഇഷ്ടം പോലെ ഫണ്ട് പിരിച്ചു, കോഴി വിറ്റും കൊടുക്കേണ്ട പൈസ എല്ലാം കൊടുത്തു. എന്താ പറയുക, അമ്മയ്ക്ക് ക്യാൻസർ രോഗിക്ക് പോലും പൈസ 30 പൈസ കൊടുത്ത് എത്ര ഉണ്ടായിരുന്നു? ഇത്രയും മനുഷ്യത്വമില്ലാത്ത ഒരു അധികാരികൾ കണ്ണു തുറക്കൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. പ്രതിപക്ഷ മുഖ്യമന്ത്രി, നമ്മൾ പ്രതിപക്ഷ മനസ്സിലാക്കണം. നമ്മളെ മനുഷ്യരെ, മലയാളിയായാലും ഇന്ത്യക്കാരായാലും നമ്മൾ അവരെ സംരക്ഷിക്കണം. ഒരു മാപ്പോറ്റ പറയാണ്. പ്രയാസമുണ്ട് എനിക്ക്. ഓക്കെ, ശരി. ശ്രീ ശിവദാസന്റെ വാക്കുകൾ. മനുഷ്യർ സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ദുരന്തമുഖത്ത് നിൽക്കുന്നവരെ സഹായിക്കാനായി പണവും മറ്റ് വസ്തുക്കളും ഒക്കെ നൽകുന്ന ഒരു നല്ല ശതമാനം ആളുകൾ എടുത്താലും അറിയാം, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി സുഭിക്ഷമായി പണമുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികമായി ശേഷിയുള്ളവരോ ഒന്നുമല്ല. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, അങ്ങനെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരൊക്കെയാണ്. അവർ ആ ദുരിതത്തിൽ നിൽക്കുമ്പോഴും ഞങ്ങളെക്കാൾ ദുരിതം അനുഭവിച്ച മറ്റു മനുഷ്യരുണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് പണമൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ കൃത്യമായ തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഏത് സംവിധാനത്തിലായാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അത് കഴിയണം. അത്ര ഒരു വേദന കൂടിയാണ് ശ്രീ ശിവദാസൻ പങ്കുവച്ചത്. ശ്രീ ഹാരിസാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഹാരിസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, നമ്മൾ കഴിഞ്ഞ 10 വർഷം ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചു. പറഞ്ഞോളൂ. കാലാവസ്ഥപരമായി എല്ലാം, സൂക്കേടുകൾ, അങ്ങനെ നിപ്പ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ തരണം ചെയ്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു അത്. ഇത് ചുരുക്കം 2 മാസമായപ്പോഴേക്ക് മെഡിക്കൽ കോളേജിൽ കറണ്ട് കട്ട് സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന നമ്മുടെ വിഷയം ഈ സർക്കാരിനെ തമ്മിലുള്ള താരതമ്യമല്ല. അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പഴയ സർക്കാരിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം അല്ലാത്തതുകൊണ്ട് പുതിയ സർക്കാരിനെ ഇവർ മോശപ്പെട്ടവരാണെങ്കിൽ ഇവരെ മാറ്റും. അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഈ വിഷയം പറയൂ.
ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എത്ര വീട് അവിടെ കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇപ്പൊ അവരുടെ ഭരണത്തിലും വന്നു, എത്ര വീട് അവിടെ കൊടുത്തു? അവര് പിരിച്ച ഫണ്ട് എന്ത് ചെയ്തു എന്നൊന്നും പൊതുജനത്തിന് ഒരറിവില്ല. ശ്രീ ഹാരിസ്, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാർ പലതവണ എത്രയോ തവണ ഈ ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞു കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തിട്ടില്ല, അവരാണ് ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായില്ലേ? അതുകൂടി പറയണ്ടേ? അതെ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവര് വീട് എത്ര വീട് തന്നെ ആയാലും അത് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അധികാരം നഷ്ടപ്പെട്ടത്. അതെങ്ങനെയാണ്? ഈ 2 വർഷത്തിനിടയിൽ 3 മാസം ഒഴികെ ബാക്കി മുഴുവൻ കാലവും ഭരിച്ചത് ഒരു സർക്കാരല്ലേ? ആ സർക്കാരിന് അത്രയും കാലം വേണം ഒരു വീട് വെച്ച് നൽകാൻ? അതെ, അതിന് എത്ര വീട് അവിടെ പണി തീർന്നു? അതിന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. അതെ 410 വീടുകളിൽ 150 വീടുകൾ മാത്രമേ ഇപ്പോഴും താമസമായിട്ടുള്ളൂ. 178 വീടുകൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ച് ഇത്ര വീട് ഒരു ദുരിത നടന്ന സ്ഥലത്ത് ഇത്ര വീട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിലൊരു വീട് പോലും ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ആർക്കും സംശയമില്ല. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും കോൺഗ്രസ്സുകാർ നല്ല ചെയ്തു എന്ന് പറഞ്ഞല്ലോ? ഇല്ല. ഏറ്റവും മോശപ്പെട്ട പ്രകടനം അവർ തന്നെയാണ്, സംശയമില്ല. പക്ഷേ കഴിഞ്ഞ LDF സർക്കാർ, ആ സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിച്ച രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ജാഗ്രത, ആ ഉത്തരവാദിത്തം വയനാട്ടിൽ അവർ കാണിച്ചിട്ടില്ല എന്ന് കൂടിയാണ് പറയുന്നത്. നമ്മളൊരു കാഴ്ചപ്പാടില് ഉള്ളതിലും ഭേദം ആ സർക്കാർ തന്നെ, ഉള്ളതിൽ ഭേദം എന്ന് പറയാനല്ലോ സർക്കാർ ഇരിക്കുന്നത്. സർക്കാർ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി ചെയ്യണം. കാഴ്ചപ്പാട് തമ്മിൽ ഭേദം തൊമ്മനെ എടുക്കാറല്ലല്ലോ ഇത്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഒരു വന്നു ഇങ്ങനെ ഒരു ദുരന്തം, പവർ കട്ട് അതല്ലല്ലോ ചർച്ചയുടെ വിഷയം അതല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? 410 വീടുകൾ വെക്കുമെന്ന് പറഞ്ഞ സർക്കാർ 178 വീടുകൾ മാത്രമേ ഈ സമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. 2ാം ഘട്ടത്തിലെ വീടിന്റെ പണിയൊക്കെ ഇപ്പോഴും മന്ദഗതിയിൽ തന്നെ നിൽക്കുകയാണ്, എവിടെയും ആയിട്ടില്ല. അത് സർക്കാരിന്റെ വീഴ്ചയാണോ അല്ലയോ? അല്ല, അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് ആരാണ്? അത് ഏത് കാലത്ത് എന്റെ വീട് നഷ്ടപ്പെട്ട എനിക്ക് 5 കൊല്ലം കഴിഞ്ഞ് വീട് വെച്ച് തന്നാൽ മതിയോ? അല്ല, 100-100 വീട് പണി കഴിഞ്ഞെങ്കിൽ അത് ബാക്കി അതിന്റെ പണി തുടർന്ന് കൊണ്ടുപോകേണ്ടത് അടുത്ത ഗവൺമെന്റ് ആണല്ലോ. അങ്ങനെയാണോ? 100-110 വീടിന്റെ ഈ 2 വർഷം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അതിന് ഏകദേശം 18-19 മാസം ഉണ്ടായിട്ട് അവരാകെ ചെയ്തത് ഇത്രയും വീടുകൾ മാത്രമാണോ ചെയ്യേണ്ടത്? മുഴുവൻ വീടുകൾ വെച്ച് നൽകുകയല്ലേ വേണ്ടത്? അവരെ ബാക്കിയുള്ള എല്ലാ ആളുകളെയും സംരക്ഷിക്കുകയും അതിന്റെ കൂടെ ഈ 100 വീട് അവിടെ പണി തീർക്കുകയും ചെയ്തു. തുടർന്ന് അതിന്റെ പണി പൂർത്തീകരിക്കേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും പുതിയ ഗവൺമെന്റ് അല്ലേ? ശരി ഹരീഷ്, അപ്പോഴും പഴയ ഗവൺമെന്റ് എല്ലാം നല്ലതാണ് ചെയ്തത് എന്ന് മാത്രമാണ് പറയുന്നത്. തമ്മിൽ ഭേദമായിരുന്നു പഴയ ഗവൺമെന്റ്, അതിൽ സംശയമൊന്നുമില്ല. നല്ലത് ചെയ്തത് നല്ലത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല, ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത ഒരു സംശയം ചോദിച്ചിട്ട് ഹരീഷ്, അല്ലല്ല അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ആർക്കെങ്കിലും ഒരു അതിന് സംശയമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ താങ്കൾ ആവർത്തിച്ച് അത് പറയേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ സ്വന്തം അവിടെ നിൽക്കൂ. ശ്രീ ഹാരിസേ, താങ്കൾക്ക് കഴിഞ്ഞ സർക്കാർ ചെയ്തതിനെ വിമർശിക്കാൻ താങ്കൾക്ക് മടി. അതിനുവേണ്ടി എതിരാളികൾ ചെയ്ത് മോശമാണെന്ന് ആർക്കും സംശയമില്ല. ഇവിടെ സംസാരിച്ച ഒരാൾ പോലും, കോൺഗ്രസ്സുകാർ സംസാരിച്ച അവർ പോലും അവരെ ന്യായീകരിച്ചില്ല. അവരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട്, അത് അംഗീകരിക്കണം. അതവിടെ നിൽക്കട്ടെ. സർക്കാർ എന്താണ് ചെയ്യാവുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇത്രയും കാലം വേണമായിരുന്നോ? ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കാൻ 24 മാസത്തിൽ 21 മാസവും ഭരിച്ച സർക്കാരിന് ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. പിന്നെ ഇത് എന്ത് സർക്കാരായത്? അവിടെ പട്ടിക തയ്യാറാക്കി അവർക്ക് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, സാർ തന്നെ പറഞ്ഞല്ലോ, 100 വീട്. അത് അന്തിമ പട്ടിക വേണ്ടേ? ആ പട്ടിക ഇപ്പോഴും റെഡി ആയിട്ടില്ല, അത് ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, പട്ടികയല്ല, ഇത് പിരിച്ചെടുത്ത പൈസ പോലും ഇല്ലല്ലോ. അത് ആ വിഷയം സംഭവിച്ചല്ലോ, അത് തർക്കമില്ലല്ലോ. പിന്നെ അത് മാത്രം തന്നെ ചർച്ച ചെയ്യുന്നത്. അതെ, ഞാൻ പറഞ്ഞത് അതായത് ഒരു വീട് പോലും പണി കഴിയാതെ പിരിച്ച പൈസന്റെ കണക്ക് പോലും ഇല്ലല്ലോ. ശ്രീ ഹാരിസേ, ഞാൻ ആ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചോ? ഇല്ല. താങ്കളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നോ ഇല്ലയോ? ഞാൻ ചോദിക്കുന്നത് അതായത് ഇതിന് മറുപടി പറ, വന്നോ ഇല്ല. എന്നിട്ട് ചോദ്യത്തിന് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തുടർന്ന് അതിന്റെ അടുത്ത ഗവൺമെന്റ് അല്ല അത് ചെയ്യേണ്ടത്. ശരി, ഓക്കെ. താങ്കൾക്ക് ഇപ്പോഴും ആ വീഴ്ച അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് വീഴ്ച അല്ല, നമ്മൾ വലിയൊരു ഇത് ചെയ്യുമ്പോ എന്ത് വലിയ ചെയ്തെന്നാണ് ഹാരിസ പറയുന്നത്? 2 കൊല്ലം കൊണ്ട് 108 വീടുണ്ടാക്കി അല്ലെങ്കിൽ 175 വീടുണ്ടാക്കി കൊടുത്തതാണോ വലിയ കാര്യം? അല്ല, 108 വീടുണ്ടാക്കുന്ന മാത്രമല്ല, അത്രയും ജനങ്ങളെ ഒത്തുപിടിച്ച് സംരക്ഷിക്കുക, എല്ലാ മുഴുവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അത് വീഴ്ചയുണ്ട്. മറ്റവരെല്ലാം നിങ്ങളെക്കാൾ വളരെ മോശപ്പെട്ടവരായതുകൊണ്ട് ഇത് മെച്ചമായി നമുക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ.
അതെ അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം 2 മാസം വന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഫയലിട്ടത്, ഫയലിൽ ഒപ്പുവെച്ചത് തന്നെ ഈ പാവപ്പെട്ടവരെ രക്ഷിക്കാന്നുള്ള ഒരു ഫയലിലല്ല ഒപ്പുവെച്ചത്. അല്ല, അതെന്തേലും ആയിട്ട് നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ വയനാടിന്റെ കാര്യം പറയും. അതെ അതെ ശ്രീ ഹാരിസ്, ഇത് തന്നെയാണ് എപ്പോഴും കുഴപ്പം. നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മൾ ചർച്ചയുടെ തുടക്കം മുതൽ പറയുന്നു ചെയ്ത കാര്യങ്ങൾ നല്ലത്, അത് നല്ലതിനെ ഒട്ടും മോശമാക്കി പറയുന്നില്ല എന്ന് കരുതി അവർ ചെയ്യാത്ത കാര്യങ്ങൾ, കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ അവർക്ക് വീഴ്ച വന്ന കാര്യങ്ങൾ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ 2 വർഷമായി, ഇപ്പൊ ഇനിയെങ്കിലും എന്തുണ്ട് ഈ സർക്കാർ പുതിയ സർക്കാർ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പുതിയ സർക്കാർ ഇതിലും മോശമായ രീതിയിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. അതെ അതെ, നമ്മളൊക്കെ ആ സ്ഥലങ്ങളും കാര്യങ്ങളും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് പറയാൻ കാര്യമായ അവകാശം ഉണ്ടായിരിക്കില്ല കേട്ടോ ശ്രീ ഹാരിസ്. നിങ്ങളും ചെയ്യാത്തവരാണ് എന്നത് ഓർമ്മ വേണം. അപ്പോൾ ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അല്ല, നമ്മള് മുസ്ലിം ലീഗിന് എല്ലാ രാഷ്ട്രീയക്കാരും മാതൃകയാക്കണം. അവർ 50 വീട് 100 വീട് പറഞ്ഞു, അവർ 50-അധികം വീട്, അതും ഏതാണ്ട് 1060 സ്ക്വയർ ഫീറ്റിലെ നല്ല അന്തസ്സായ വീട്. ഇത് 100% കഴിഞ്ഞ ഗവൺമെന്റ് ഏതാണ്ട് 800 കോടി ഉറുപ്പ കയ്യിൽ വെച്ചുകൊണ്ട് 2 കൊല്ലമായിട്ട് നിങ്ങൾക്ക് വീടെടുക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ എന്ത് നിങ്ങൾ തുരങ്കപാത ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ഇതായിരുന്നു വേണ്ടത്. ആദ്യം തുരങ്കപാത 2ാം കാര്യമായിരുന്നു. ആദ്യം നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കുടിയിരുത്താൻ ഇത് പൈസ കയ്യിലുണ്ടായിട്ട് പിന്നെ കേന്ദ്രം തന്നെ, കേന്ദ്രം തന്നെ ആകുമ്പോൾ കൊണ്ട് മാറ്റാൻ പൈസ 262 കോടി ഉറുപ്പാണ് വകമാറ്റത്തിലുമായിട്ട് ഈ പൈസ ഇല്ലാത്തത്. ഇപ്പൊ നിങ്ങൾ കിരൺ ബാബു പറഞ്ഞില്ലേ, ഈ എത്ര കുടുംബം താമസിക്കുന്നതിന്റെ പാടെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഈ വാസയോഗ്യമായ എത്ര വീട് കൊടുത്തിട്ടുണ്ട്? അങ്ങനെയല്ല ശ്രീദാസൻ, വീട് വെച്ചൊക്കെ അത് നമ്മൾ അംഗീകരിക്കണം. വീട് നല്ല വീടുകൾ സർക്കാർ വെച്ചാലും ലീഗ് വെച്ചാലും എല്ലാം 2 കൊല്ലം കൊണ്ട് ഇത്രയും പൈസ കയ്യിലുണ്ടായി 2 കൊല്ലം. അത് ശരി, ആ വിമർശനം അംഗീകരിക്കുന്നു. ഞാൻ അത് പറഞ്ഞല്ല. അതുകൊണ്ട് വീട് മോശമാണ് എന്ന് പറയരുത്. വീട് സാമാന്യം മെച്ചപ്പെട്ട വീടുകൾ തന്നെയാണ് എല്ലാവരും നൽകിയത്. മുസ്ലിം ലീഗിനെ നമ്മൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്ന കാര്യം. അവർ 100 വീട് പറഞ്ഞു, 51 55 വീട് അവർ കൊടുത്തു കഴിഞ്ഞു. ബാക്കി അവർ കൊടുക്കുമെന്ന് പറഞ്ഞു, അവർ കൊടുത്തിരിക്കും. ഈ CH കൾച്ചർ സെന്ററിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവരെ കണ്ട് പഠിക്കണം ഈ രാഷ്ട്രീയക്കാർ. കാര്യം വെറുതെ എത്ര പൈസ ആയിട്ടാ, സമയം കുറെ ആയിപ്പോയി. കിരൺ ബാബു നിർത്തുക. ഓക്കെ, തീർച്ചയായും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ലീഗ് അതിൻ്റെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലീഗാണ് മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ വാക്ക് പാലിച്ച് പ്രവർത്തനം നടത്തിയത്. എന്തായാലും ദുരന്തത്തിന് 2 വർഷമാകുന്നു. 2 വർഷമായിട്ടും അവരെ പഴയ ജീവിതാവസ്ഥകളുടെ അവരുടെ നഷ്ടങ്ങൾ എത്രയോ വലുതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങളിലെങ്കിലും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ സർക്കാരുകൾക്കോ പാർട്ടികൾക്കോ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അവർ ചെയ്തു കൊടുത്തതൊന്നും മോശമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ആരുടെയും ഔദാര്യമായി ചെയ്തു കൊടുക്കേണ്ടതല്ല. സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് നിർത്തി അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചെങ്കിലും അവർ വലിയ വാഗ്ദാനം നൽകി ഒരു വീട് പോലും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വാക്കിൽ നിന്ന് പിൻവാങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഭരിക്കുന്നു. ഇനിയെങ്കിലും തിരുത്തലിന് ആ രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവേണ്ടത് തന്നെയാണ്. അത്തരമൊരു തിരുത്തലുണ്ടാകുമെന്നും ആ ജനങ്ങൾക്ക് ഇനിയെങ്കിലും അടുത്ത വാർഷികത്തിൽ നമുക്ക് ഇത്തരമൊരു ചർച്ച നടത്തേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.